ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കറിൽ റേഷൻ അരി കൊണ്ട് നല്ലൊരു ബിരിയാണി തയ്യാറാക്കി നോക്കിയാലോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ബിരിയാണിയുടെ റെസിപ്പി. കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്കായി എന്നിവ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 സവാളയും 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി ഒരു 3/4 വേവാവുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ ഇനി അതിലേക്ക് 2 സ്പൂൺ വെളുത്തുള്ളിയും 1 സ്പൂൺ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി വാടി വരുന്ന സമയമാകുമ്പോൾ ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് നന്നായി മിക്സാക്കി ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്കിനി നമ്മുടെ ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കാം. ഇതിൽ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയാൽ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു റേഷൻ അരി വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വെന്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ 3/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബിരിയാണി മസാല ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്പൂൺ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉള്ളി വാടിയ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പാണ് അരി ചേർക്കുന്നത്. അരി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കൊരു 2 സെക്കൻഡ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 3/4 കിലോ അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിലിന് നമ്മുടെ ബിരിയാണി റെഡിയാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം കുക്കർ തുറന്നാൽ നമ്മുടെ അടിപൊളി റേഷൻ അരി വെച്ചുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള ബിരിയാണിയാണ്. നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.